ഓക്കെ ഗേസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീടും കളിക്കാൻ പോവാണ് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ. നിങ്ങൾക്കിപ്പോൾ ബാക്കിൽ ഒരു ചെറിയ വീടൊക്കെ കാണാൻ പറ്റും. ആ വീട് നമ്മളെ പണിത്. എന്തോ എങ്ങനെ ഈ വീടേ ഞാനാ പണിത്. ആ, അത് ശരിയാണ്, ഈ വീട് അണ്ണനെ പണിത്. പക്ഷെ ഈ സ്ഥലമൊക്കെ ആരെ ക്ലിയർ ആക്കിയേ? അത് നമ്മളാ. ആ, അത് പിഞ്ചാൻ പറഞ്ഞത് ശരിയാ. ഈ സ്ഥലമൊക്കെ ക്ലിയർ ആക്കിയത് ഷിൻചാനും പിഞ്ചാനാ. ഞാൻ ആദ്യം വിചാരിച്ചത് വലിയൊരു വീട് പണിയാന്നാ. പിന്നെ ചെറിയൊരു വീട് പണിതു. ഇത് പിന്നെ ടെമ്പററി ഹൗസാ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വലിയൊരു വീട് പണിയാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ. ഇവിടെ 2 ചെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ചെസ്റ്റിൽ ഫുഡ് ഐറ്റംസാ, മറ്റേ ചെസ്റ്റിൽ ഈ ബ്ലോക്സ് അങ്ങനത്തെ കുറേ ഐറ്റംസാ. ഇവിടെ പിന്നെ ബെഡ് വെച്ചിട്ടുണ്ട്, ഫർണസ് ഉണ്ട്. ഈ ചെസ്റ്റ് കണ്ടില്ലേ, ഇതിൻ്റെ അകത്തെ ഗോൾഡും ഡയമണ്ടും കോപ്പറും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഷിൻചാനോടും പിഞ്ചാനോടും മൈനിങ്ങിന് പോകാൻ പറഞ്ഞു. അവരെന്നിട്ട് മൈനിങ്ങിനൊക്കെ പോയി. എന്നിട്ട് കുറച്ച് ഡയമണ്ട്സ് ഒക്കെ കൊണ്ടുവന്നു. ആ ഡയമണ്ട്സ് വെച്ചിട്ട് ഞാനൊരു പിക്കാക്സും പിന്നെ ഒരു ഷവലും ഉണ്ടാക്കി. ഞാൻ ആദ്യം വിചാരിച്ചതേ ഒരു ആർമറും കൂടി ഉണ്ടാക്കാമെന്ന്. പക്ഷെ അതിന് മാത്രമുള്ള ഡയമണ്ട്സ് ഇല്ല. പിന്നെ ഒരു എൻചാൻറ്റഡ് ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മറ്റേ ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ്റെയാ. ഈ കേവിൽ പോകുമ്പോൾ മറ്റേ സ്പോണർ ഉണ്ടാവില്ലേ, മറ്റേ മോപ്പ് സ്പോണർ, അവിടെ നിന്നാണ് കിട്ടിയേ. അണ്ണ, അതെ, നമ്മൾ വേറെ എന്തൊരു സംഭവം ഉണ്ടാക്കില്ലേ, അതും നമ്മുടെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്ക്. എന്തോ കോബിൾ സ്റ്റോൺ ജനറേറ്ററാ, അങ്ങനെ എന്തോ ആണ്. അതെ ഗൈസ്, നമ്മളെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് പിന്നെ ഓട്ടോമാറ്റിക് അല്ല കേട്ടാ, മാനുവലാ. നമുക്കിവിടെ AFK നിൽക്കേണ്ടി വരും. ഇത് പിന്നെ കണ്ടില്ലേ, നമുക്ക് ഇതേപോലെ ഇങ്ങനെ കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാൻ പറ്റും. അടിയിൽ പിന്നെ ചെസ്റ്റും ഹോപ്പറൊക്കെ വെച്ചിട്ടുണ്ട്, അതിലൊന്ന് വീഴും. എന്തൊട്ടായാലും ഈ സംഭവം കൊള്ളാം. ഒരു 5 മിനിറ്റ് AFK നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കോബിൾ സ്റ്റോൺ കിട്ടും. ഇതേ കണ്ടില്ലേ, ഇവിടെ അടിയിലാണ് ചെസ്റ്റൊക്കെ വെച്ചേക്കണത്. ഇവിടെ ഇപ്പോൾ 10 സെക്കൻഡ് പോലും AFK നിന്നില്ല, അപ്പോഴേക്കും 9 കോബിൾ സ്റ്റോണൊക്കെ കിട്ടി. സംഭവം ഏതായാലും നൈസായിട്ടുണ്ട്. ആ, പിന്നെ വേറൊരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മരങ്ങൾ കാണാൻ പറ്റുണ്ടാ. ഇതാ മറ്റേ ചെറി ബ്ലോസാ. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് വെച്ചിട്ട് വീട് പണിയാന്നാ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കാരണം ഇത് പിങ്ക് കളർ വുഡാ. പിങ്ക് കളർ വുഡാകുമ്പോ എന്താ പറയാ, ഒരു ബാർബിയുടെ തീമിലെ വീടുണ്ടാവാ. അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചു. സാധാ വുഡ് കൊണ്ടാ വീട് പണിത്. ഇത് പിന്നെ ചെറിയൊരു ട്രീ ഫാം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടില്ലേ, വരി വരിയായിട്ട് സാപ്ലിങ്സ് വെച്ച് കൊടുക്കണേ. അന്നേരം ഇഷ്ടം പോലെ മരങ്ങളുണ്ടാവും. ഇത് പിന്നെ മരം വെട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, സുഖമായിട്ട് വെട്ടാൻ പറ്റും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ സാപ്ലിങ്സ് അങ്ങ് വെച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സാപ്ലിങ്സ് ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഇരുട്ടാവാറായിട്ടാ, സൂര്യൻ അസ്തമിച്ചു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, പോയി കിടന്നുറങ്ങാം, അതായിരിക്കും നല്ലത്. എടാ ഷിൻചാനെ പിഞ്ചാനെ, നമ്മൾ എത്ര ദിവസം സർവൈവ് ചെയ്ത്? അതിപ്പോൾ എങ്ങനെയാ കാണാൻ പറ്റുക? ആ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡേ 15. നമ്മളപ്പോൾ 15 ദിവസം സർവൈവ് ചെയ്തു. ഹൈ ശരി, അതൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇതിൽ പിന്നെ പെട്ടെന്ന് രാത്രിയാവും കേട്ടാ. ഇനിയിപ്പോൾ എനിക്ക് തോന്നേണ്ടതാണെന്ന് എനിക്കറിയില്ല. എന്താണാവോ, ഈ ഗെയിമിൽ പെട്ടെന്ന് രാത്രിയാണ പോലെ തോന്നും. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം കിടന്നുറങ്ങാം. ഇവിടെ ഇപ്പോൾ ഡേ 16 ഉണ്ടാവും. ഹലോ അണ്ണ, അതെ, എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്ന് നമുക്ക് എന്താ ചെയ്യണ്ടേ? എടാ പിഞ്ചാനെ, നമ്മളിന്ന് ഫാമ പണിയാൻ പോണേ. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അതുകൊണ്ട് ഫാമൊക്കെ പണിയണം. എടാ ഷിൻചാനെ, ഫാം പണിയാനേ നമുക്ക് സീഡ് വേണം. നമ്മുടെ കയ്യിൽ പക്ഷേ സീഡൊക്കെ ഉണ്ട്. വീറ്റിൻ്റെ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് പക്ഷേ ഒരെണ്ണമുള്ളൂ. ഒരെണ്ണം കൊണ്ട് മതിയാവുമെന്ന് വിചാരിക്കണു. ഇനി എന്തൊട്ട് ബാക്കിയുള്ളത്? ഇനി ഷുഗർ കെയിനും കൂടി ഉണ്ട്. ഷുഗർ കെയിനും നമുക്ക് ആവശ്യം വരും.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് വില്ലേജിൽ പോവാം. വില്ലേജിൽ എന്തായാലും സീഡ് കിട്ടും. അണ്ണാ, ഇതെന്തത്? ഇവിടെ നിറച്ച് റോബോട്ടാണല്ലോ. ഇവരൊക്കെ എവിടെന്ന് വന്ന്? എടാ ഷിൻചാനെ, ഇത് റോബോട്ടല്ല, അയൺഗോളാ. എന്നാലും ഇത്ര അധികം എവിടെ നിന്ന് വന്നേ? അതെനിക്ക് മനസ്സിലാവണില്ല. സാധാരണ ഒരു വില്ലേജിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവിടെ ഒരു ഫാമിലി ഉണ്ടല്ലോ. ഇതെന്നാലും എങ്ങനെയാണാവോ? അണ്ണാ, അതെ, ഇതിപ്പോ ചെറിയൊരു അയൺ ഫാം ആയില്ലോ. നമുക്കിനി അയൺ ഫാം പണിയേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള എല്ലാത്തിനും അങ്ങ് തീർത്താൽ മതി. അന്നേരം നമുക്ക് ഇഷ്ടം പോലെ അയൺ കിട്ടും. അതിപ്പോ ഏതായാലും നല്ലൊരു ഐഡിയ. എടാ പിഞ്ചാനെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഒരു അയൺ ഫാം പണിയാം. അത് എന്തായാലും വർക്കാവും, അതുറപ്പാ. എന്തെങ്കിലും ആവട്ടെ, നമുക്കത് അന്നേരം നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫാമിങ്ങിൻ്റെ കാര്യം നോക്കട്ടെ. എനിക്ക് കുറച്ച് ഷുഗർ കെയിൻ വേണം. ആ ഷുഗർ കെയിൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, അവിടെയും ഒരു അയൺ ഗോളുണ്ട്. ഇഷ്ടം പോലെ സ്പോണായിട്ടാ. എന്നാലും അതെങ്ങനെയാണാവോ? അണ്ണാ, അതെ, നമുക്ക് ആ ഫാം അങ്ങ് പണിത് തുടങ്ങാം. അതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പൊ മഴ പെയ്യണ്ടല്ലോ. ആ മഴയല്ലേ, മഴയൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. നമുക്കിവിടെ ഫെൻസ് അങ്ങ് വെച്ച് കൊടുക്കാം. ഞാൻ പിന്നെ 2 തരം ഫാം പണിയുണ്ട്. ഒരെണ്ണം വെജിറ്റബിളും പിന്നെ ആനിമലും. ശരിക്ക് ആനിമൽ ഫാമിന് ഫെൻസ് വേണ്ടേ, കാരണം അവർ പുറത്തേക്ക് ചാടും. വെജിറ്റബിൾ ഫാമിന് ഫെൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ എന്നാലും ഒരു ഭംഗിക്ക് കിടന്നോട്ടെ, അതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഫെൻസൊക്കെ വെച്ചേക്കാണ്. ഈ സ്കെലിട്ടൺ അങ്ങ് തീർത്തളയാം. അയ്യോ, ക്രീപ്പർ! ഈ ക്രീപ്പർ പെശക എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പൊട്ടിത്തെറിക്കും. ഒരു മിനിറ്റ്, അതിനങ്ങ് തീർത്തളയാനല്ലോ. എനിക്ക് പിന്നെ എന്താണാവോ, ക്രീപ്പറിനെ തീരെ ഇഷ്ടമില്ല. എന്നാ പിടിച്ചോ. അത് ഒരടിക്ക് ചാവില്ല, 2-3 വട്ടം അടിക്കണം. ഓക്കെ, അതങ്ങനെ ചത്തേക്കാണ്. ക്രീപ്പറിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൺ പൗഡർ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് TNT ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഒരു 8 കല്ലുണ്ട്, ഇതിനും കൂടി അങ്ങ് തീർത്തോളയാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പച്ചക്കറി നടാണ്ട. ഈ ഭാഗത്തെ നമുക്ക് പൊട്ടാറ്റോ നടാം. ഈ പൊട്ടാറ്റോ അങ്ങ് വെറുതെ വെച്ചു കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ പക്ഷെ അധികം പൊട്ടാറ്റോ ഇല്ല. അതിപ്പോൾ സീനില്ല, തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ ക്യാരറ്റും ഉണ്ട്. ആ ക്യാരറ്റ് നമുക്ക് ഇവിടെ നടാം. പിന്നെ ഉള്ളത് ബീട്രൂട്ടാ. നമ്മുടെ കയ്യിൽ പക്ഷെ ബീട്രൂട്ടിൻ്റെ സീഡ് അധികം ഇല്ല, കുറച്ചുള്ളൂ. പിന്നെ ഉള്ളത് വീറ്റിൻ്റെ സീഡാ. വീറ്റിൻ്റെ സീഡ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പക്ഷെ വീറ്റിൻ്റെ ഫാമില്ലേ, അത് കുറച്ചുകൂടി വലുപ്പത്തിൽ പണിയായിരുന്നു. അതിപ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് വീറ്റിൻ്റെ സീഡ് നടാം. ഇതൊക്കെ ടെമ്പററി ഫാമാണ് കേട്ടോ. നമുക്കിനി ഇതൊക്കെ വലുതാക്കി പണിയണം. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് പണിയാം. ഓക്കെ, ഇവിടെ ഞാൻ വീറ്റൊക്കെ നട്ടേക്കാണ്. ഇനി എന്നിട്ട് ബാക്കിയുള്ളേ? ഇനി ഷുഗർ കെയിനും കൂടി ബാക്കിയുണ്ട്. നമുക്കപ്പോൾ ഷുഗർ കെയിൻ അങ്ങ് നടാം. ഇതോടെ നമ്മുടെ വെജിറ്റബിൾ ഫാം കഴിഞ്ഞു. ഷുഗർ കെയിന് വെജിറ്റബിൾ അല്ലാന്ന് എനിക്കറിയാം. ഈ ഷുഗർ കെയിനില്ലേ, ഈ ഷുഗർ കെയിൻ വെച്ചിട്ട് നമുക്ക് പേപ്പറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആ പേപ്പർ ആണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെജിറ്റബിൾ ഫാം കഴിഞ്ഞേക്കാണ്. ഇനി ആനിമൽ ഫാം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അണ്ണാ, അതെ, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ആനിമൽസിനെ എങ്ങനെ കൊണ്ടുവരാ? അത് തന്നെ ഞാനിപ്പോൾ ആലോചിക്കണേ. ഇത് കണ്ടില്ലേ, ഇവിടെ എനിക്ക് ഒരു ആനിമൽ പോലും കാണാനില്ല. അല്ലാത്തപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഈ ഭാഗത്തെ ഇഷ്ടം പോലെ ഷീപ്പ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു ഷീപ്പ് പോലും ഇല്ല. ആവശ്യമുള്ള സമയത്ത് നമുക്കൊന്നും കിട്ടില്ല. ഒരു മിനിറ്റ്, അവിടെ ഒരു കോഴിയുണ്ട്. കോഴി, നമുക്ക് ഇതിനെങ്ങ് കൊണ്ടുപോവാം. അല്ലെങ്കിൽ വേണ്ട,
അവിടെ ഒരു പന്നിയുണ്ട്. ആ പന്നീനെ അങ്ങ് കൊണ്ടുപോവാം. കോഴിനെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പന്നിക്കുട്ടാ വായോ, എൻ്റെ പിന്നാലെ വായോ. ഇനിയിപ്പോൾ വലതുകാല് വെച്ച് അകത്തേക്ക് കയറാ. ഈ ക്യാരറ്റും കൂടി കഴിച്ചോ. ഇനി ജീവിതകാലം മൊത്തം ഇതിനകത്ത് ഇരുന്നാൽ മതി. നമുക്ക് ഒരു പന്നീനെ കൂടി വേണം കേട്ടാ, എന്നാലേ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു പന്നി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ഒരു ആനിമൽസ് പോലും ഇല്ല. ഓക്കെ, എനിക്കിവിടെ 2 കോഴികളെ കിട്ടിയേക്കാണ്. 2 പേര് വലതുകാല് വെച്ച് അകത്തേക്ക് കയറാ. ഈ വീറ്റങ്ങ് കഴിച്ചോ. വീറ്റല്ല, വീറ്റിൻ്റെ സീഡ്. അവർക്കങ്ങനെ ഒരു കുട്ടി ഉണ്ടായി. ആനിമൽസിന് കിട്ടാല്ലേട്ടാ, ആനിമൽസിന് കിട്ടാൻ പാടായി. ഇവിടെ പിന്നെ ഇരുട്ടായി, നമുക്കിനി കിടന്നുറങ്ങാം. 1 hour later. എൻ്റെ പൊന്നടാവേ, ഇതെന്തത്? എനിക്കിവിടെ ഒരു മൃഗത്തിനെ പോലും കാണാനില്ലല്ലോ. കഴിഞ്ഞ വീഡിയോയിലേ ആ ഷീപ്പിനൊന്നും കൊല്ലണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എനിക്ക് ഷീപ്പിനൊന്നും കാണാനില്ല. അത് മാത്രമല്ല, പശുവിനും കാണാനില്ല. ഈ പശുവൊക്കെ എവിടെയാണാവോ? എന്തെങ്കിലും ആവട്ടെ, തൽക്കാലം ഈ വീഡിയോ ഇല്ലേ അത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. എടാ പിഞ്ചാനെ, ആ ഔട്ട്റോ അങ്ങ് പറഞ്ഞേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.